ഈ മലയാളി എന്ന് പറയും, മലയാളി എന്നാണ് പറഞ്ഞു കേട്ടോ, വാക്കൊന്നും മാറിയിട്ടില്ല. ഇവരുടെയൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല. നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ ഇടാൻ പോകുന്ന എന്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ പറഞ്ഞൊക്കെ കറക്റ്റാണോ അല്ലേ എന്ന്. ഇവിടെ താനൊരു വീടുണ്ടാക്കുന്നതിന് ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ വേണ്ടുന്ന വീടിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് പിന്നെ ഒരു ബെഡ്റൂമിന് 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിനകത്ത് താനൊരു 5 വീട്ടിനകത്ത് പോയി കിടന്നുറങ്ങാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് നിങ്ങളുടെ അയൽക്കാരൻ്റെ മുന്നിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവനെ എങ്ങനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഭാഗം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് പോയി നോക്കി, അവിടെ ചെയ്യുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അവന് ആലോചിക്കുന്നത് 1-2 മുറിക്കകത്ത് ചിടങ്ങുന്നു. അവൻ്റെ നാട്ടിലോട്ടൊക്കെ പോയി ചോദിക്കണം, അവിടെ 150 ഏക്കർ കരിമ്പൻ തോട്ടവും മറ്റേ സംവിധാനമൊക്കെ ഉള്ളവരാണ്. ഇവിടെ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ അയൽവക്കത്തെ കാണിക്കാൻ വേണ്ടി ഇവിടെ റേഞ്ച് റോവറിനകത്തല്ലാതെ തനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലേ, അല്ലെങ്കിൽ തനിക്ക് മെഴ്സറസ് ബെൻസിലേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. തൻ്റെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ മോശമാണെങ്കിലോ, രക്ഷപ്പെടണം, ഭയങ്കരമായ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ ഉണ്ടെങ്കിലോ തനിക്കത് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം അതാണ്. 1 വാഹനം, 2 വീട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിവാഹം. 3 പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം നടക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ കൊറോണയൊക്കെ നടന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? 50 പേര്. 50 പേരിൽ കൂടിയാൽ തന്നെ പിടിച്ചകത്തിടും, ആ രീതിയിലായിരുന്നു. ആ 50 പേര് നടത്തിയ വിവാഹവും 500 കോടി നടത്തിയ വിവാഹവും അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞാൻ എൻ്റെ 50 പേരുടെ ലിസ്റ്റ് അങ്ങോട്ട് തരാം. ഒരു 10 കോടി രൂപയ്ക്ക് അല്ലെ 5 കോടി രൂപയ്ക്ക് മേളിൽ കല്യാണം നടത്തിയ, ആഡംബരപൂർവമായ കല്യാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആഡംബരങ്ങൾ കാണിക്കുന്നതുകൊണ്ടൊന്നുമല്ല. അപ്പം മലയാളിയുടെ ബേസിക്കായിട്ടുള്ളൊരു ബേസ് പ്രശ്നം എന്താണ്? കാരണം നിങ്ങൾ എന്താണെന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ കാണിച്ച് ബോധ്യപ്പെടുത്താം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, നിങ്ങളിവിടെ നിങ്ങൾ വാനിഷായി, നിങ്ങൾ നാളെ അന്റാർട്ടിക്കയിലാണ് പോകുന്നത്. അവിടെ സ്പിൽബർഗ് എന്ന് പറയുന്ന നിങ്ങളുടെ അയൽവക്കക്കാരനെ നിങ്ങൾ ഈ കാണിക്കേണ്ട മെഴ്സറസ് ബെൻസ് കാണിക്കാൻ നിങ്ങൾ നിൽക്കത്തില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലെവൽ ഓഫ് തിങ്കിങ്, നമ്മുടെ ലെവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഈ കാര്യങ്ങളെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നാളെ എന്ത് നേടാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓരോ കാര്യത്തിലും പൈസ മുടക്കാവൂ.